തേങ്ങയുടെ കുണ്ടാണോ ഇല്ല എന്തുവാ അതില് വെച്ച് അവർക്ക് ഞെക്കി വെച്ച് ഞെക്കണമെന്ന്. ഇന്നലെ തൊട്ട് എന്റെ പുറകിൽ നടക്കുക. അത് കണ്ടപ്പോ തൊട്ട് എനിക്ക് അത് വെച്ച് ഞെക്കണമെന്നും പറഞ്ഞു. ഒരിച്ചിരി തുണ്ടങ്ങ് കണ്ടിട്ട് ഓടും. എന്റെ കയ്യിലും ഒന്ന് കാണിച്ചു. ഇതെന്താ കാണിച്ചു? ഉഗാണ്ട സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലോട്ട് മാറ്റി. ഞങ്ങൾക്ക് അങ്ങനെയാ. ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എടുക്കും. അങ്ങനെയാണ്. കല്യാണത്തിന് പോയില്ലെങ്കിലും നാട്ടിൽ വന്നാ വലിച്ചു വരുത്തുക. ചേച്ചി ഈ പ്രാവശ്യം ഞാൻ വന്ന് വണ്ണം വെച്ചൊന്നും അല്ല തിരിച്ചു വന്നു കേട്ടോ. അരച്ചിലായിരുന്നു ഈ പ്രാവശ്യം. ചേച്ചി അവിടെ ഒരു ഡയലോഗ് വന്നു കേട്ടോ. ആരാ പറഞ്ഞു അന്നേ? ഞാൻ ഉറങ്ങുന്ന എത്ര മണിക്കാന്നറിയാം? എനിക്ക് കിട്ടുന്ന 6 മണിക്കൂർ തുറക്കും. കാര്യം പറഞ്ഞു 12 മണി 12:30 ഇവിടുന്ന് പോകണമെങ്കിൽ 6 മണിക്കൂറാണ് എന്റെ ഉറക്കം. അടുത്തത് കൃഷ്ണ പോകാൻ. അയ്യോ താണ്ട ഓടുന്നു. അനുപളിയും ഡയലോഗ് അടിച്ചിട്ട് പോയി. എന്തെന്താ അടുത്തത് കൃഷ്ണ പോകാൻ പോകുന്നത് ഒറീസ ഉൾപ്രദേശത്തേക്ക് വെട്ടമില്ല. കൃഷ്ണ പോകത്തില്ല. കൃഷ്ണ നേരെ എലവന്തിട്ടയിലേക്ക് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ചേച്ചി ഇവിടെ എപ്പോ ഉണ്ട്? എന്റെ ബൊമ്മലൈവ്. ബൊമ്മലൈവ് ഒക്കെ ഇപ്പൊ അങ്ങ് പോയി. ബൊമ്മലൈവ് ഇടണോ? ട്രാൻസ്ഫർ ആയി പോകുന്നതിന് മുമ്പ് എന്നെ അറിയിക്കണം. എനിക്ക് അവിടെ വന്ന് കൃഷ്ണ കുടുംബത്തിൽ ഒന്ന് കാണുന്നുണ്ട്. ഞാൻ സമയം കിട്ടിപ്പോയപ്പോഴെങ്കിലും വരും പറഞ്ഞിട്ട്. അതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ. ശരി. വൈശാഖ് പെട്ടല് വന്നില്ല. പെട്ടല് ഉപയോഗിക്കുന്ന കേട്ട് സ്ട്രീമിംഗ് ആണോ? സ്ട്രീമിംഗ് ഒന്നും അല്ലായിരുന്നടാ. കഴിക്കാനൊക്കെ പോയാ. ഹായ് അനുപളിയാന്ന് ശബരീശട്ട് വിളിക്കുന്നു. വിനിയെന്ന് വിളിക്കുന്നത്. രാവിലെ എണീക്കുന്നത് 6:45 ആകുമ്പോഴത്തേ എണീക്കും. 6:45 അലാറം വെച്ചിട്ടുണ്ട്. എണീക്കും. ഇച്ചിരി നേരം കിടക്കും. 7 മണിയാവും. അന്നേരം എണീറ്റ് വെക്കത്തുള്ളൂ. അതാ പറഞ്ഞേട്ടോ. എല്ലാം കൂടെ വരുമ്പോ 6 മണിക്കൂർ 6.25 മണിക്കൂറൊക്കെ വരും. 6.5 മണിക്കൂറൊക്കെ ഉറക്കം. അലീന കൂയി. അനൂപേ എന്നാ ഉണ്ടോ വിശേഷം? അമ്പിളി ചേച്ചി ഒരു വിശേഷവും ഇല്ല. കുഴപ്പമിരിക്കുക. എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. അത് കാണുമ്പോ എന്ത് കാണുമ്പോ എല്ലാരും കഴിച്ചല്ലോ പെട്ടലൂട്ടി. അല്ല കഴിക്കണോന്ന്. നിക്ക എടാ നീ ആ പേരൊക്കെ മാറ്റണ്ട. കഷ്ടപ്പാടാ. പാവത്തിനൊന്നും വിളിക്കാതെ ഒരു സമയല്ലേ ആന്ന് പെട്ടലൂട്ടി. എനിക്ക് നാളെ കെമിസ്ട്രി പ്രാക്ടിക്കലാ. വെരി ഗുഡ്. അതേത് പാട്ടാ വിനി? തരുന്നുണ്ട് ഞാൻ 2. എന്റെ പൊന്നി ചേച്ചിയെ, ഈ ചെറുക്കന്റെ ആധാർ കാർഡിൽ നടപ്പായിരുന്നു. എന്നെ ഈ തൊപ്പി അടുക്കളയെ. പിന്നെ ഉമ്മക്ക് ഇതൊക്കെ ഉള്ളൂ. തമ്പി ബ്രോയെ ഒരിക്കലും ലൈവ് സ്ക്രീൻ പാമ്പിനെ ഇടരുത്. എനിക്കിഷ്ടമല്ല. ഒട്ടുമിക്ക പേർക്കും ഇഷ്ടം. അതുകൊണ്ട് പറഞ്ഞാണ്. വേറെ എന്തെങ്കിലും ഇട്ട കുഴപ്പമില്ല. ലൈവ് സ്ട്രീം എനിക്ക് പാമ്പില്ല. എനിക്ക് പാമ്പില്ല. അതുകൊണ്ടാരും പേടിക്കണ്ട. ആണോ പുളി? അതിപ്പോ ഇവിടെ പാടാൻ പറ്റുമോ? അല്ലേ പാടിയനെ? പാടിക്കോ കുഴപ്പമൊന്നുമില്ല. അതിപ്പോ കൃഷ്ണക്കുട്ടി തൊപ്പിക്കാരി എപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പിള്ളേരും ഉണ്ട്. ഇനിയിപ്പോ വേണ്ട. അമ്മക്കുള്ളത് ഇത് മതി. ചേടാ ഇതൊക്കെ എങ്ങനെ ഇതിനകത്ത് പോയി? സുഭാഷേട്ടൻ എന്തി പറഞ്ഞു ബൈ കൃഷ്ണക്കുട്ടൻ. സുഭാഷേട്ടൻ പറഞ്ഞങ്ങ് പോയോ? പാമ്പ് ലൈവ് ഇടണ്ട. എനിക്ക് പാമ്പ് ഇല്ലടാ ലൈവ് ഇടാൻ. ഒരു പാമ്പിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പാമ്പ് പാവം പിടിച്ചൊരു പാമ്പ്. അതിനെ കണ്ടാരും ഞെട്ടൂല. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അയ്യോ. എന്നാ പിന്നെ സുഭാഷേട്ടൻ പോവാണ്. ഓക്കെ ഗുഡ് നൈറ്റ് സുഭാഷേട്ടാ.